ഹലോ, പ്രാവശ്യമെങ്കിലും എനിക്ക് തരുമോ? എന്ത് ചൂല? ആ ചൂലല്ല, എന്റെ വൈഫാണല്ലോ സ്ഥാനാർത്ഥിയായിട്ട് നിക്കണേ. അപ്പൊ അവക്ക് വോട്ട്. ആ എടോ, ഒരാൾക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റും. ആ അബദ്ധം തന്നെ ഞാൻ ഇനിയും ചെയ്യണോന്നാണോ താൻ പറയണത്? എന്തു പറ്റി? തന്നല്ലേലും ഞാൻ കാണാൻ കാത്തിരുന്നേച്ചാണ്. താൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു വാക്ക് തന്നായിരുന്നാ? ഞാനാ ഒരു വാക്ക് പഞ്ചായത്ത് മെമ്പർ ആണല്ലോ, നമ്മൾ വാക്ക് കൊടുക്കുമല്ലോ. എന്തായിരുന്നു? കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നോ? ആ അയ്യോ എടി പിന്നെ ആ ചിറ്റപ്പന്റെ മനെ ഒന്ന് വിളിച്ചേക്ക് കേട്ടോ. എന്തിന്? നമ്മളങ്ങോട്ട് വരുന്നുണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിട്ട്. ഞാനാണ് സ്ഥാനാർത്ഥി എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരും. ചെല്ലേ കേട്ടോ. എന്താ പറഞ്ഞേ? താൻ എന്നോട് കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നോന്ന്. കോൺക്രീറ്റ് ചെയ്യാന്നാണോ ഞാൻ പറഞ്ഞേ? പിന്നെ കോണ്ടാക്ട് ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞേ. നമ്പർ തരാമെങ്കിൽ എന്റെ വായിലിരിക്കുന്ന കേക്കരുതട്ടെ. പെണ്ണും പുള്ളാനായിട്ട് വന്നെന്ന് വിചാരിച്ച് ഞാൻ വേഷം കെട്ടത്. പോട്ടെ, താൻ കോൺക്രീറ്റും ചെയ്യണ്ട, താൻ കോണ്ടാക്റ്റും ചെയ്യണ്ട. ഈ വാർഡിൽ എത്ര പേര് മരിക്കുന്നുണ്ടോ? താനൊരു മെമ്പർ എന്നുള്ള നിലയിൽ ഒന്ന് വീട്ടിൽ കയറി ചെന്നൂടെ? മര്യാദയല്ലേ അത്? അല്ല, അങ്ങനെ കുറെ മെമ്പർമാരൊക്കെ ഉണ്ട്. വീട്ടിൽ കയറി ചെല്ലുക, മരിച്ചെടുത്ത് കല്യാണത്തിന് ചെല്ലുക, ആദ്യരാത്രി ചെല്ലുക. അതെ, എന്നെ കിട്ടൂലേ? താൻ മാത്രോ ചെയ്യാത്തേ? ഇന്റെ മുന്നത്തെ മെമ്പർ എന്ത് നല്ല ഡീസന്റ് മനുഷ്യനായിരുന്നോ. ഇനിയിപ്പോ ഒരു കല്യാണ വീട്ടിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ആദ്യരാത്രിക്ക് മുന്നേ ആ വീട്ടിലെത്തോ അയാള്. അതാ പറഞ്ഞ, ഞാൻ അതിനൊന്നും പോകാൻ നിക്കണില്ല. ഇതിപ്പോ എന്റെ വൈഫല്ലേ. നിങ്ങളുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് വേണ്ട. അതൊക്കെ പോട്ടെ, തന്നെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, വീട് വെച്ച് തരാന്ന് പറഞ്ഞായിരുന്നോ? വീട് വെച്ചോ? എന്നിട്ട് ഞാൻ വീട് വെച്ചിട്ട് പെരവാസിൽ വിളിച്ചിട്ട് വന്നാ എടോ, താൻ വീട് വെക്കണ കാര്യമല്ല പറഞ്ഞത്. എനിക്കൊരു വീടിന് പാസ്സാക്കി തരാന്ന് പറഞ്ഞിട്ട് പോയതാണോ താൻ? അല്ലെങ്കിൽ തന്നെ തനിക്ക് എന്തിന് ഇത്രയും വലിയ വീട്? എന്തിനാണോ? എന്തൊരു ആഡംബരമായിട്ടാണെന്നറിയോ വീട് പണിത് വെച്ചേക്കുന്നത്? താനൊരു മെമ്പർ അല്ലേ? ഇമാതിരി പൈസ അവിടെ നീട്ടി തനിക്ക്? നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ കാലാവസ്ഥ ശരിയല്ല. എല്ലാ വർഷവും പ്രളയവും ദുരിതവും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും പ്രളയം വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സർക്കാർ സ്കൂളിന്റെ വാതൊക്കെ പോയി കിടക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇതിപ്പോ എന്റെ വീടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ടെറസിന്റെ മേളിൽ ഇരിക്കാം, വർത്താനം പറയാം, ചീട്ട് കളിക്കാം, അവിടെ കിടന്നുറങ്ങാം. അതിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വെൽക്കം, ഹാപ്പി വെൽക്കം. അപ്പൊ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് താൻ വീട് വെച്ചത് അല്ലേ? പറഞ്ഞു വന്നത് അങ്ങനെയാണ്. അല്ല, അതെ, അല്ലാതെ വിഴുങ്ങിയതല്ല നാട്ടുകാരുടെ പൈസ. എന്നിട്ട് പുഴുങ്ങല്ലേ? ഇതൊന്നും താൻ ചെയ്യണ്ട. താൻ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റുമോ? ഒരു സ്ട്രീറ്റ് ലൈറ്റ് തനിക്ക് അവിടെ ഇട്ട് തരാലോ. 10-25 ചെറുക്കന്മാരാണ് കള്ളും കഞ്ചാവായിട്ട് അവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണിന് പോലും ആ വഴിയൊന്നും നടക്കാൻ പറ്റില്ല. തനിക്കറിയോ? തനിക്ക് അതെന്താ കുഴപ്പമെന്നറിയാമോ? നമ്മളവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ 25 വോട്ട് എനിക്ക് പോകും. ഇപ്പൊ അവരവിടെ ഇരുന്ന് കള്ളും കഞ്ചാവൊക്കെ അടിച്ചോട്ടെ. ഇതിപ്പോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോട്ടല്ലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അതാണോ ലാഭം, ഇതാണോ ലാഭം? വോട്ടാണ് നമുക്ക് വലുത്, അതല്ലേ വേണ്ടത്. അപ്പൊ ഈ നാട്ടുകാരായ ഞങ്ങളാണ് മണ്ടന്മാര്. തനിക്ക് നല്ല ബുദ്ധിയാണല്ലേ തനിക്ക്. ഇത് നമ്മളല്ല, വോട്ടെന്ന് പറയുന്ന സാധനം നിസ്സാര സംഭവമല്ല. അതൊക്കെ നമുക്ക് കിട്ടുമ്പോഴേ കിട്ടൂ. അതൊന്ന് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് നമ്മൾ പ്രയത്നിക്കണം. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ ഈ പട്ടി ശല്യം കാരണം ഏതെങ്കിലും ഒരു കുഞ്ഞു കൊച്ചിനെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ആ പട്ടി ശല്യത്തിന്റെ കാര്യം ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ വിളിച്ചു. നിന്നെ അല്ല, നീ നോക്കണ്ട ദേഷ്യത്തിലോ. അതിന് താനൊരു പ്രതിവിധി എടുക്കുന്നുണ്ടാ? ഇത് പറയാൻ വേണ്ടി തന്റെ വീട്ടിൽ വന്നപ്പോ തന്റെ പെണ്ണുമുള്ള എന്റെ അടുത്ത് ചെയ്തെന്താന്നറിയോ? കെട്ടിയിട്ടേച്ച നിങ്ങളുടെ പട്ടീനെ വിട്ട് എന്നെ കടിപ്പിക്കാനാ നോക്കിയത്. ചോദിച്ചു നോക്ക്, ചെയ്തോ ഇല്ലെന്ന് ചോദിച്ചു നോക്കി തള്ളയുടെ അടുത്ത്. മനസ്സിലായല്ലോ ഇപ്പം. ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അതെ, പട്ടിനെ അഴിച്ചു വിട്ടല്ല, കണ്ടപ്പം പരിചയക്കാരില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടി സ്വാഭാവികമായിട്ട് വരുമല്ലോ. ലെഫ്റ്റ് സ്വാഭാവികമായിട്ട് വരും. എന്ത് ബഹുമാനം നോക്കിയാ ഓട്ടി ഓടിക്കുക അല്ലേ? അപ്പം അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഇനിയിപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ പഞ്ചായത്തിൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വന്നോളൂ. കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യാം. തനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അല്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. വോട്ട് ചെയ്താലേ വിജയിക്കുള്ളൂ. അത് അയ്യോ, വിജയിക്കാനല്ല, താനൊക്കെ തോക്കാൻ വേണ്ടിയിട്ട്. അതെ ജലജെ, ഞാൻ ഇത്രയും കാലം ഒരുപാട് തെറ്റുകൾ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. നിന്നെ വഴി വെച്ച് കാണുമ്പോഴൊക്കെ ഞാൻ നോക്കാതെ, മൈൻഡ് ചെയ്യാതെ, മിണ്ടാതെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. നിന്നോട് മാത്രമല്ല, ഈ നാട്ടുകാരോട് മുഴുവൻ ഞാൻ ഒരുപാട് അപരാധം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരോട് ഞാൻ ദുഷ്ടത ചെയ്തിട്ടുണ്ട്, ക്രൂരത ചെയ്തിട്ടുണ്ട്. അതെല്ലാം പറ്റിപ്പോയി. ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, ഈ നിൽക്കുന്ന എൻ്റെ ഭർത്താവാണ്, എൻ്റെ 2 മക്കളാണ്. അവരെല്ലാം സാക്ഷി നിർത്തി സമസ്താപരാധം പറഞ്ഞ് ഞാൻ മാപ്പൊന്നും ചോദിക്കണ്ട, പൊക്കോ. അയ്യേ മാപ്പ്, ഞാൻ കോപ്പ് പറയും. നീയേ എനിക്ക് വോട്ട് ചെയ്യണ്ട. നിന്റെ വോട്ട് കിട്ടിയിട്ട് എനിക്ക് ജയിക്കണ്ടടി. നിന്റെ വോട്ടില്ലാതെ ഇവിടെ പുഷ്പം പോലെ ജയിച്ച് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തും വാങ്ങാത്തൊലി നോക്കിയിരിക്കേ, പുണ്ണാക്കാണാ നിൽക്കണം. വാ ഇങ്ങോട്ട്.
നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ രാഘവമാമനെ ഒന്ന് വിളിച്ചോ. എന്തിനി? അല്ല, നമ്മൾ അങ്ങോട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞേക്ക്. അത് നമ്മളങ്ങോട്ട് പോകുമ്പോ കാണാലോ. അല്ല അത് വേണ്ട, നീ ഒന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഈ വീട്ടിൽ അല്ല, അവിടെ എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടാ, അവർ രണ്ടുപേരുണ്ട്. അപ്പോൾ ഞാൻ അവരൊക്കെ കണ്ടു നേരിട്ട് സംസാരിച്ചിട്ട് വോട്ട് ചോദിച്ചിട്ട് അങ്ങ് വരാം. നീ അങ്ങ് ചെല്ലി. അപ്പൊ ഇവിടെ ഞാൻ വരണ്ടെന്താ? നീ വരണ്ട, നീ ചെല്ലി. ഒന്ന് ചിരിക്കടി പോവേ. അങ്ങോട്ടല്ല, ഇതിലെ പൊക്കോളാം ഞാൻ. പോട്ടെ, കുറെ പോട്ടെ. എനിക്ക് കുറച്ചങ്ങ് കയറി നിൽക്കടി പോവേ, റേഞ്ച് കിട്ടൂല, അതുകൊണ്ട് പറയണമെന്ന്. ആ ഷിബേ. അയ്യോ, ആരാ? അപ്പൊ ഞാൻ പിന്നെ ഉണ്ണിയാ. ഉണ്ണി? ഏതുണ്ണി? പഴയ മെമ്പർ, നമ്മുടെ മെമ്പർ ഉണ്ണിയാ? എന്താടാ? അല്ല, ഒന്ന് വാതിൽ തുറക്കും, ഒരു കാര്യം വൃത്തികെട്ടവനെ, കുളിക്കുന്നിടത്ത് വാതിൽ തുറക്കാനാ? ഇറങ്ങിപ്പോടാ. അതിനല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. എന്ത് കാര്യമാണേലും അവിടെ നിന്ന് പറഞ്ഞാ മതി. ഇല്ല, ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് പൊക്കോ. വേണ്ട, എനിക്കൊന്ന് കേക്കട്ടെ. പൊക്കെ കുളിക്കുന്നതിന്റെ വാതിൽക്ക് വന്ന് നിൽക്കുന്നോ? നാണം കേട്ടവൻ. ഇതെപ്പോ ഇറങ്ങാൻ പറ്റും? ഞാൻ കുളിക്കാൻ കയറിയതേ ഉള്ളൂ, കുറച്ച് താമസമുണ്ട്. അല്ല, അത് ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങ് പൊക്കോ. എന്ത് കാര്യമാണെങ്കിലും കുളി കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഷീബേ, നീ പോയില്ലടാ? ഇല്ല, ഞാനേ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാലെന്ന് കയറി. നീ ഇതെവിടെയാടാ നിക്കണത്? ഞാൻ ഇവിടെ ഏണിചാരി നിൽപ്പുണ്ട്. ഏണിചാരിലാണല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു രീതിയാണ്, അവർ ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കണമല്ലോ. ഇവിടെ കുളിമുറിയിൽ ഏണിചാരി വെച്ച് നോക്കുന്നോടാ നാറി. ഇറങ്ങിപ്പോടാ. ഞാൻ അങ്ങനെ നോക്കുന്നല്ല, ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഷീബ. നമ്മളൊരു രാഷ്ട്രീയക്കാരൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഏത് പച്ചപ്പാതിരാത്രിക്ക് ഏത് വീട്ടിലും കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇവിടെ കുടുംബത്തെ ആളുള്ളപ്പോഴും ആണുങ്ങളുള്ളപ്പോഴും പാടാ. ഛേ, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ ഞാൻ ആദ്യം വന്ന് മുട്ടി, ഷീബ തുറന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഏണി വെച്ച് കയറേണ്ടി വന്നത്. ഇനി മുട്ടിയാലും തുറക്കത്തില്ലടാ ഞാൻ. എൻ്റെ ഷീബ, ഞാനല്ല മത്സരിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട. എൻ്റെ ഭാര്യയാണ് ഈ പ്രാവശ്യം പഞ്ചായത്തിൽ മത്സരിക്കുന്നത്, അവർക്ക് വോട്ട് കൊടുത്തുകൂടെ? നിന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ഒട്ടും വോട്ട് കൊടുക്കത്തില്ല. അവളാണ് ഇവിടെ നിൽക്കുന്നെങ്കിലേ അവൾക്കെതിരെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കൂടാ. അപ്പൊ നീ വോട്ട് തരൂല്ലേ? വോട്ട് ഞാൻ തരത്തില്ല. അപ്പൊ എൻ്റെ ഭാര്യ മത്സരിക്കണം, നീ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും അല്ലേ? നിനക്കും ഞാൻ വോട്ട് തരത്തില്ല, നിന്റെ പെണ്ണുപിള്ളക്ക് വോട്ട് തരത്തില്ല. ഇറങ്ങിപ്പോടാ. എന്റെ കെട്ടിയോനെ പോരൂടി. എന്റെ കെട്ടിയാൻ ചിലപ്പോ 5 മണിക്ക് വരും, 7 മണിക്ക് വരും, 8 മണിക്ക് വരും. അതൊക്കെ തിരക്കാൻ നീ ആരാ? ആ, ഒരു കാര്യം ചെയ്, നീ 8 മണിക്ക് വന്നാലോ 9 മണിക്ക് വന്നാലോ നീ നിന്റെ കെട്ടിയോ മന്നവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അതിൻ്റെ അകത്ത് നിന്നോ. ഞാനിതങ്ങ് എടുക്കുവാണേ. ആ അത്രേ ഉള്ളൂ. എടാ, എന്റെ തുണി തന്നിട്ട് പോടാ. എടാ, കൊണ്ടുപോകരുതെന്നാ പറഞ്ഞു. നിക്കടാ അവിടെ. ഓ മാമ. ആ മാമ. ശരി, മാമ. ഞാൻ അവിടെ ചെന്നപ്പോ പറയാണ് നിനക്ക് ഓട്ടും തരാം. അവർ പിന്നെ പൊന്നാട അണിച്ച് സ്വീകരിച്ചു, അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോന്നു. ഇത് പൊന്നാടയല്ലല്ലോ, നൈറ്റും പാവാടയല്ലേ? അയ്യോ, ഇത് നൈറ്റും പാവാട. ഇതാണെന്ന് ചിലർ ഇല്ലാത്ത സാധനം ഉള്ളതാക്കി ഇങ്ങനെ തരുവാ, നമ്മളെ സ്നേഹിക്കുക. വെള്ളത്തിലെടുക്കല്ലേ? അത് വോട്ട് തരും. ഇനിയിപ്പോ നമുക്ക് ഒരാളെ കാണണം. ആരാ? എന്നെ പഠിപ്പിച്ച എൻ്റെ മാഷ്. നമ്മള് പൈസ കൊടുക്കണേ, അവരെന്താ ചെയ്യണേന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. എടാ, ഭാർഗവന്റെ മതില് ഒപ്പിക്കാൻ പറഞ്ഞിട്ട് ഒപ്പിച്ചാ? എടാ, അത് പച്ചച്ചാമ്പാരി എറിഞ്ഞു. ആണോ? കൊളാക്കിയല്ലേ? അത് മതി. പിന്നെ മറ്റേ മതിലൊക്കെ എഴുതാനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു 3-4 മതിലും കൂടെ ഉള്ളു, അത് നാളെ എഴുതാൻ ഓർത്തു. അത് നാളെ എഴുതിയാ മതി. നീ എന്താണ് വൈകുന്നേരം പൈസ അല്ല തന്നെ? നിന്റെ മുഖത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനേണ്ട ഒന്നും തരാത്തവനെ പോലെയാണല്ലോ. അതല്ല, അല്ലേ, അച്ഛന്റെ ജോലി പോയെന്ന്. അച്ഛന് നിന്റെ അച്ഛനെ ബാങ്കിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് മേടിച്ചു കൊടുത്തതല്ലേ? ആണ്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതാണ്. എന്ത് പറ്റി? ജോലിയില്ല. അത് നേരം വെളുത്തപ്പോഴത്തേക്ക് മാനേജർ വന്നു, ബാങ്ക് മാനേജർ വന്നപ്പോൾ മാനേജർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചാടി വന്നിട്ട് പറഞ്ഞ്, സാറേ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് അടുത്ത ഓണം മെമ്പർ സാറിന് അടിക്കണതായിട്ടെന്ന് പറഞ്ഞ്. അപ്പൊ തന്നെ പുള്ളി പറഞ്ഞ് നാളെ പോലും വരണ്ടാന്ന്. അതിന് അങ്ങനെ പറയാൻ കാര്യം നമ്മൾ സ്വപ്നം കണ്ട് സൂപ്പിച്ചല്ലേടാ പുള്ളിനെ. എല്ലാ കാര്യം പറഞ്ഞു വിട്ടേക്കണം. പിന്നെ ഇതെന്താ സംഭവം എന്നറിയാവോ? ഈ സ്വപ്നം കാണണമെങ്കിൽ ഉറങ്ങണമല്ലോ. അല്ല, അച്ഛൻ നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ഉറങ്ങിയെന്നുള്ളതാണല്ലോ. പുള്ളി അത്ര പൊട്ടനല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ട. ഇടാ, അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലി ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെ പിന്നെ ഇങ്ങനെയൊക്കെ പറ്റും. ക്ഷീണം കൊണ്ട് ഉറങ്ങിയതായിരിക്കുള്ളൂ. അത് പോട്ടെ,
എന്തെങ്കിലും എനിക്കൊരു ജോലി മേടിച്ചു തന്നോട്ടോ, അല്ലെങ്കിൽ കുടുംബം ഇതായി പോകും. സെക്യൂരിറ്റി ആയിട്ട് മതിയാ? സെക്യൂരിറ്റി ആയാലും മതി, കുഴപ്പമില്ല. പക്ഷെ നിനക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാനുള്ള യോഗ്യത എന്താ, അതാ അറിയേണ്ടത്. ഞാൻ അച്ഛനെ പോലെയൊന്നും അല്ല. ഒരു ചെറിയ അനക്കം കണ്ടാൽ മതി, അപ്പൊ തന്നെ ഞാൻ ചാടി എഴുന്നേക്കും. അപ്പോഴും നീ ഉറക്കം തന്നെയല്ലേ? എടാ നിനക്ക് പറ്റിയ പരിപാടിയല്ല. ഹലോ, എവിടെ പോണ്? ഇതോ ആ കടയിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇലക്ഷനൊക്കെ അടുക്കുമല്ലേ, നമ്മുടെ സ്ഥാനാർത്ഥി നിൽക്കുന്ന കണ്ടില്ലേ? വോട്ട് ചോദിക്കണം. നമുക്ക് എന്നെ പഠിപ്പിച്ചൊരു മാഷുണ്ട്, ആ മാഷിനെ കണ്ടിട്ട് വോട്ട് ചോദിക്കാം. നിങ്ങളൊന്ന് വന്നാൽ മതി, അണികളാണ് ഒരു ബലം. അല്ല ഇത് മതിയാ? ഒരു കുഴപ്പമില്ലടാ, ഒന്ന് വന്നാൽ മതി, അണികളാണ് നമ്മുടെ ബലം. മാഷേ, മാഷേ. ആരാ? ആ മാഷുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ആ ഞാനേ മാഷ് പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ആണ്. മാഷ് നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. ആണോ? ആര് വന്നു പറയണ? ഉണ്ണിമോൻ എന്ന് പറഞ്ഞാൽ മതി, മാഷ് അറിയാൻ പറ്റും. ആ ഞാൻ വിളിക്കാട്ടാ. ആ ശരി. അപ്പച്ചാ ദേ ഒരു ഉണ്ണിമാങ്ങ കാണാൻ വന്നേക്കണ്. ഉണ്ണിമാങ്ങയല്ല, ഉണ്ണിമോൻ. അയ്യോ, മാഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ്, ഭയങ്കര സംഭവമാണ് പുള്ളി. പഠിപ്പിച്ചണ്ട. പിന്നെ എന്നെ പഠിപ്പിച്ചാണോന്നോ? എന്നെ കട എടുക്കാനൊക്കെ പഠിപ്പിച്ച പുള്ളിയല്ലേ? തെങ്ങിന്റെ കട? തെങ്ങിന്റെ കടയല്ല, എന്നെ നമ്മള് പൈസയൊക്കെ കടയെടുക്കാൻ വേണ്ടി. ഭയങ്കര സംഭവമാണത്. എന്നെ ഇതുപോലെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് മാഷ് ചോദിച്ചു, എടാ 24 നിന്ന് 9 പോയ എത്രയാണ്? ഞാൻ പറഞ്ഞു, മാഷ ഈ 4 നിന്ന് 9 പോവില്ലല്ലോ, കുറയൂല. അപ്പൊ മാഷിനോട് പറഞ്ഞു, എടാ നീ ഇപ്പുറത്തെ 2 കിടപ്പില്ലേ, അതിൽ നിന്ന് കടയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കടയെടുത്ത് 1 മുതൽ തുടങ്ങിയ കടയെടുപ്പാണ്. ഇതുവരെ നിർത്തിയിട്ടില്ല. കട എടുക്കാനേ പഠിപ്പിച്ചുള്ളല്ലേ, വീട്ടാൻ പഠിപ്പിച്ചില്ല? വീട്ടാൻ പഠിപ്പിച്ചിട്ടില്ല പുള്ളി. എവിടെയോ ഒരു കണ്ടു പരിചയമുള്ള ഒരു മുഖം. മാഷ ഞാൻ കഴിഞ്ഞ മെമ്പറാണ്. പേര്? ഉണ്ണിമോൻ. എന്റെ ഉണ്ണി മോനെ. മാഷെ ഉണ്ണി മോനെന്ന് വിളിക്കണ്ട, ഉണ്ണിന്ന് വിളിച്ചാൽ മതി. ആ മോനെ കൂടെ ചേർക്കുമ്പോൾ എന്തോ ഒരു ചെറിയ ഫീലിങ്സ്. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. വൈഫ്. ആരുടെ? എൻ്റെയാണ്, എൻ്റെ വൈഫാണ്. അങ്ങനെ മാഷേ ഞാൻ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, പൈസ കടം ചോദിക്കാൻ? അല്ല, ഇപ്രാവശ്യം എൻ്റെ ഭാര്യയാണ് പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുന്നത്. വനിതാ സംവരണ സീറ്റാണ്. അപ്പം മാഷിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ വോട്ട് ചെയ്തു തന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഒരു അപേക്ഷയാണ്. മാഷ് പഠിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ആ അനുഗ്രഹമൊക്കെ തന്ന്. എൻ്റെ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇപ്പം വലിയ ഒരു ബ്രില്യൻ്റ് ഒന്നും അല്ല. ഇവനേക്കാൾ ഏറ്റവും നല്ല ഗേമന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഈ നാശം എവിടെ പോയി അവസാനിക്കും? കാര്യം പരീക്ഷക്കും പാസ്സാവൂല, വരേയില്ല. അങ്ങനെ ബാക്കിൽ ഊട്ടയുള്ള നിക്കറ് ഇട്ട് വന്നിട്ട് ഓർമ്മയുണ്ടല്ലോ, വിമല ടീച്ചറിനെ എന്നെയും കൂടി ചേർത്തുകൊണ്ട് നീ ബാത്റൂമിൽ ലവ് ചിഹ്നം എഴുതി വെച്ചിട്ട് ആരോ ഇട്ടത്? അത് പിന്നെ അന്ന് നിങ്ങൾ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. എന്റെ ആസനത്തിൽ നീ പൊട്ടാസ് വെച്ച് ഓർമ്മയുണ്ട്? ആസനത്തിലല്ല, കസേരയുടെ താഴെയാണ് വെച്ചത്. അത് അവിടെയുള്ള എന്റെ ആസനം ഇരിക്കണം. അല്ല, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. എത്ര പരീക്ഷക്ക് എന്നെങ്കിലും ഒരിക്കലെങ്കിലും നീ പാസ്സാകുമെന്ന് കരുതി നീ പാസ്സായുമില്ല. നീ ഗതികെട്ട് നാറാണക്കല്ല് തോണ്ടുമെന്ന് കരുതിയിരുന്ന നീ രക്ഷപ്പെടുകയും ചെയ്ത് നല്ലോണം പഠിക്കണ പിള്ളേര് എഞ്ചിനീയറിങ്ങും ഡോക്ടറും ഒക്കെ ആകുകയും ചെയ്തു. അല്ല അത് ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ഇവനോട് ആരും ചോദിക്കൂല. എന്താണ് രാഷ്ട്രീയമാണല്ലോ, നമ്മുടെ രാഷ്ട്രീയമാണ്. അപ്പം എന്താണ് പണി, എന്ന് പോയില്ലേ എന്ന് പോലും ചോദിക്കൂല. ഇന്നിപ്പോൾ ഇവന് ഒരു ദിവസം പോകാതിരുന്നാലും ആൾക്കാർ ചോദിക്കൂല എത്രയാണ് ശമ്പളം എന്ന് പോലും ചോദിക്കൂല. അങ്ങനെയുള്ള ഇവന് ഈ കാറായി, വീടായി, റോഡായി, എല്ലാമായി ഇല്ലടാ. അതെ അതെ, ഒരു ഭാഗ്യമാണ് മാഷേ. മറ്റവന്മാർക്ക് ഇതൊന്നും ആയിട്ടില്ല. അപ്പം പലരും എന്നോട് പറയും, മാഷേ അവനെ കണ്ടു പഠിക്കുക, ഇവനെ കണ്ടു പഠിക്കുക എന്നൊക്കെ ഇഷ്ടം പോലെ പേര് പറയും. പക്ഷേ നീ രക്ഷപ്പെടുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചതല്ല കേട്ടാ. നീ രക്ഷപ്പെട്ടു, സന്തോഷം. ഭാഗ്യമാണ് മാഷേ. ഭാര്യ നിനക്കില്ലേ? ഭാര്യയല്ലെന്ന്, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ 1,00,000-ൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 1,00,000-ൽ 1 ഒരു പ്രാവശ്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ പൂജ്യങ്ങളാണ്. അതെ. അപ്പൊ മാഷ് പറഞ്ഞു വരുമ്പോ ഞാൻ ഒന്നാണോ അതോ പൂജ്യമാണോ? എടാ നീ ഒന്നാണ്. ഞങ്ങളെപ്പോലുള്ള വോട്ടർമാരാണ് പൂജ്യങ്ങൾ. പക്ഷെ രാഷ്ട്രീയക്കാരനായി നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെപ്പോലുള്ള വട്ടപൂജ്യങ്ങൾ നിന്റെ ഒന്നിന്റെ കൂടെ ചേരുമ്പോഴാണ് 1 10 ആകണമെന്നും 100 ആകണമെന്നും 1000 ആകണമെന്നും 10,000 ആകണമെന്നും 1,00,000 ആകണമെന്നും. ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പറയണതല്ല, ഞങ്ങളുണ്ടെങ്കിലേ നീ ഉള്ളടാ.